മാണെങ്കിൽ തിന്നാ. ഇങ്ങനെ നോക്കി നിന്നൊരു കാര്യമില്ല. ഇനിയിപ്പോൾ നാളെ 10 മണിക്ക് ഞങ്ങൾക്ക് തിന്നാൻ കിട്ടുള്ളൂ കേട്ടാ. കയറാണ്ട് അവിടെ കെട്ടിയാൽ ഇങ്ങോട്ട് പഞ്ഞിരിച്ചു. ആ എവിടക്കപ്പോ ഒരു ഐഡിയാലായിട്ട് ഇന്റെ അടുത്തുണ്ടല്ലോ 4-5 എണ്ണാവും. എന്തേലും പൊന്ത കിട്ടുമോ വെച്ചിട്ട് നോക്കാൻ പോകുന്നതാണ്. അവിടൊക്കെ ഒരു സാധനവും ഇല്ല, ഒക്കെ കരിഞ്ഞ് നിൽക്കുകയാണ്. എൻ്റെ മാതിരി ആടാളെ ഇങ്ങോട്ട് കൊടുന്ന് നോക്കാൻ എന്നെ കൊണ്ട് ഭരിച്ചാ അറ്റങ്ങൾ വലിച്ചിക്കാണ്ടേ ഉള്ള കജും കാലും ഒടിച്ചു കൂടും. അപ്പോൾ ഞാൻ കൂട്ടിലിട്ട് നോക്കലാണ്. ഇന്നലെ കോമൂൻ്റെ അവിടുന്നേ കുറച്ച് പിലാവിൻ്റെ ഇലട്ടി അയിമ ഇങ്ങനെ കഴിച്ചു കൂട്ടി. ഇന്നിപ്പോൾ ഒരു വസ്തുവും കിട്ടിയിട്ടില്ല. വേനൽക്കാലായാലേ നോക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കുറച്ചു നേരം ഓളം വന്നിരിക്കും, അത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വരും, അപ്പോൾ ഓളാണ്ട് പോവും. ഇപ്പം പള്ള അറിഞ്ഞിട്ടില്ല, തിന്നാൻ കാര്യമായിട്ട് എത്തില്ലല്ലോ ഇവിടെ. അല്ല വല്യോ വന്നക്കള്ള വീടിൻ്റെ അവിടെ നിന്ന് ഓട്ടം കണ്ടു. എന്നേ വന്നു? ഓന് മിഞ്ഞാന്ന് വന്നക്കണു, ദുബായ്ക്കാർ വന്നക്കണു വെച്ചിട്ടേ നമുക്ക് നാക്കാലിയാളെ പട്ടിയിടാൻ പറ്റൂലല്ലോ. അല്ല മനസ്സാ, ഞാൻ അങ്ങോട്ട് കാര്യം പറഞ്ഞിരുന്നല്ലോ. ഓൻ വരുമ്പോൾ ഒരു സാധനേ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജപ്പാൻ്റെ ഒരു ടോർച്ചേ നിങ്ങൾക്ക് മറന്നേക്കണ. ആ സംഗതി ഇജ്ജ് എന്നോട് പറഞ്ഞതേ ഓർമ്മ ഉണ്ട്. ഓനതൊന്നും കൊടുന്നിട്ടില്ല. ഞാൻ പിന്നെ ഓനോട് അത് പറഞ്ഞിട്ടില്ലടാ. അതെന്താ മനസ്സാ നിങ്ങൾ പറയാഞ്ഞു? അത് ഒന്നുമില്ലടാ ഞാൻ പറയാഞ്ഞത്. ഞാൻ പറഞ്ഞ ഓൻ കൊണ്ടൂലേനും. ഓന് വേറൊരു സ്വഭാവമാണ്. എൻ്റെ മറ്റേ 2 മക്കളെമാരൊന്നും അല്ല. ഓൻ നല്ല രീതിയിൽ എന്നോടൊന്നും വർത്താനം പറയലും കൂടി ഇല്ല. പിന്നെ എന്തിനാ ഞാനത് പറയുന്നു വെച്ചിട്ട് ഞാൻ പറയായേ. അതിപ്പോൾ അങ്ങനെ പറയേണ്ടത്? ഓ അത്രക്കാരനാ. നമ്മളെ പെരീത്തൊരു കാര്യമല്ലേ. ഞാൻ ഒരു മനുഷ്യനോടൊന്നും പറയലില്ല. നമ്മളെ പല്ല് കുത്തിക്കാണ് മണിപ്പിച്ചണ്ടല്ലോ വേറൊരാളെ. ഓനെ ചെറുപ്പത്തിലൊക്കെ കുറച്ചൊക്കെ നല്ല സ്വഭാവമായിരുന്നു. ഈ ദുബായി പോയതിന് ശേഷമാണ് ഇങ്ങനെ ആയത്. എന്നോട് മാത്രമൊന്നും അല്ല, പെറ്റ തള്ളനോടും ഇങ്ങനെ തന്നെയാണ്. പിന്നെ അപ്പോൾ ഓനൊരു അന്ത്രോനൊരു പെങ്ങളും അല്ലേ, ഓലോടും ഇങ്ങനെ തന്നെയാണ്. നാട്ടുകാരോടൊന്നും ഒരു ചെറിയും കളി ഒന്നുമില്ല. ഓന് പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഓൻ വരുമ്പോൾ അങ്ങാടിയിലൊക്കെ വെച്ച് കാണും, ചെല്ലാൻ ചെല്ലും, അത്ര തന്നെ. ഏതായാലും നിങ്ങൾ ഒന്ന് ശരിക്കും അന്വേഷിച്ചാലേ വേറെ എല്ലാ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ളത്. വേറെ എന്ത് പ്രശ്നമാണ് ഓനുള്ളത്? ഓൻ ഒരു പ്രശ്നവും ഇല്ല. ഓനെ ഉണ്ടാക്കി വെച്ച കായ് ചിലവാകും ചങ്ങായിമാരൊക്കെ ഒപ്പം നടന്നാൽ. ആ ഒരു സംഗതിക്ക് മാറിക്കാണെന്ന് ഇച്ചു തോണ്ടത്. എൻ്റെ മനസ്സ് പറഞ്ഞേ അതൊന്നും ആവില്ല. ഏതായാലും നിങ്ങളേ ഓൻ്റെ അടുത്ത് ബന്ധമുള്ള ആൾക്കാരെ കൊണ്ടൊന്ന് ചോദിച്ചറിയിപ്പിച്ചാളി. വല്ല കടങ്ങളോ കാര്യങ്ങളുണ്ടോ ഉണ്ടെന്ന് മനസ്സിൻ്റെ കാര്യമല്ലേ. അല്ല അങ്ങനെ വല്ല കടങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ മുണ്ടാട്ടും വർത്താനൊക്കെ കുറയും, മനസ്സ് സമാനം ഉണ്ടാവില്ല. എന്നാ മൈമുട്ടിയെ ഓനെ കാണുകയാണെങ്കിലേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയോണ്ടി. കടും കളിയൊക്കെ ഉണ്ടെങ്കിലേ സ്ഥലച്ചുണ്ടല്ലോ, അത് വിറ്റിക്കാണ്ടേലും കടം വീട്ടാലോ. ഏതാ ഞാൻ ഓനെ കാണുമ്പോൾ ശരിക്കും ചോദിച്ചറിയട്ടെ. ഏറെക്കുറെ പ്രവാസികളൊക്കെ കാര്യം ഇങ്ങനെ തന്നെയാണ്. ഓരിങ്ങനെ പുറത്തേക്ക് ചിരിച്ചിന് കളിച്ചിട്ടുണ്ടെന്ന് ഓൾ ഉള്ളിലൊക്കെ ഭയങ്കര പ്രയാസമാണ്. കടും കളിയൊക്കെ ഉണ്ടാവും, നാട്ടിലെ കാര്യം ആലോചിച്ചിട്ട് മുടിച്ചിട്ടൊക്കെ. അത് നമ്മൾ യഥാർത്ഥം നമുക്ക് അറിയില്ല. ഏതായാലും നിങ്ങൾ സബൂർച്ചേ ഞാൻ ചോദിച്ചട്ടെ. എത്ര സുക്കൂറാൻ്റെ കാരണമല്ല അബ്ബാസ്. ഓൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് മനുഷ്യനോട് മുണ്ടണില്ലല്ലോ. ഞാനും ഓനൊക്കെ സ്കൂളിൽ ഒപ്പം പഠിച്ചതാണ്. ഇപ്പോൾ ഓനെ ഒരായി മൂരി സ്വഭാവം. ഞാൻ എത്ര പൈസ ഓന് സ്കൂൾക്ക് പോകുന്ന കാലത്ത് ചിലവാക്കിയെന്ന് അറിഞ്ഞ് ഉള്ള മുട്ടായും അച്ചാറും സാധനങ്ങളും ഞാൻ വാങ്ങിക്കൊടുക്കുകയായിരുന്നു. ഇപ്പം കണ്ട ആളും മുണ്ടില്ല. ഈ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. ഓനങ്ങനെ സ്വഭാവമൊക്കെ ഉണ്ട്. ചെറുപ്പത്തിൽ ഓൻ അങ്ങനെ ഒന്നല്ലേനു. പിന്നെ ആരോടെങ്കിലും ഈറുണ്ടായിട്ടൊന്നല്ല, അത് ഓൻ്റെ ഒരു ശൈലിയാണ്. ഈ ഗൾഫിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വേറെ ആരായിട്ടൊരു ബന്ധമൊന്നുമില്ല. നാട്ടിൽ എപ്പോഴെങ്കിലൊക്കെ ലീവിന് വരും, അതൊരു മാസത്തിനേ ഉണ്ടാവുള്ളൂ. അതാ നാട്ടുകാരോടും ബന്ധമില്ലാത്തത്. പെരയിലും ഇങ്ങനെ തന്നെയാണ്. നമ്മളോടൊന്നും സംസാരിക്കില്ല അധികമൊന്നും. ഇപ്പാനോടും ഉമ്മാനോടും ഓൻ്റെ പെണ്ണുങ്ങളോടൊക്കെ അതേ മരിക്കണേ. കുട്ടികളോടാണെങ്കിലോ ഒരു സ്നേഹമുണ്ട്, പക്ഷെ ഒരു കളിയും ചെറിയൊന്നും ഓനക്കില്ല. എന്താ അറിയില്ല, ഓൻ്റെ ഒരു ശൈലിയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് ഇതൊന്നും വിചാരിച്ചണ്ട. എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ ഒരാളെ ആത്മഹത്യ ചെയ്തു. കാരണം എന്താ പറയുക, ഗൾഫുകാർക്കുള്ള നൊമ്പരും വേദനയൊക്കെ മനസ്സിലാവും. ഓല് പിന്നെ അതേ ആരോടും പറയാനും പറ്റാതെ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ മായി അയക്കാൻ നീങ്ങലാണ്. അതുകൊണ്ട് നല്ലൊന്ന് വീശിച്ചാണ്ടി. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഓനക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പം ഇജ്ജ് പറഞ്ഞപ്പോൾ എനിക്കൊരു ബേജാറ്. എന്തായാലും ഞാൻ ഓനൊന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവൻ്റെ പെണ്ണുങ്ങളോട് പറഞ്ഞുകാണ്ട് എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് ചോദിച്ചറിയാൻ പറയട്ടെ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടം ഞമ്മക്കല്ലേ. ഏതായാലും പെരക്കാരോടൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞതാ. എന്തെങ്കിലും സംഭവിച്ചാലേ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. വെള്ളം എടുത്താടി. എന്തോ ഒരു ചൂടാണ് പുറത്ത് റബ്ബേ. ചൂടിന്റെ കാര്യം പറഞ്ഞിക്കാണ് ഇവിടെ തന്നെ ഇരിക്ക. ഈ ഔത്തുക്കാണ് കയറിക്കൂടെ നിങ്ങക്ക്? ഞാനടി
കജ്ജും കാലൊന്നും കേകിയിട്ടുള്ളൂ. ഒന്ന് മേക്ക കാണാം, അല്ലാതെ ഔത്ത് കയറിയാൽ ശരിയാവില്ല. ആകെ മേത്ത് ചളിയുണ്ട്. മൈമൂട്ടി ഉണ്ടായിരുന്നു എൻ്റെ ഒപ്പേ. ഓനെ നമ്മൾ അബ്ബാസ് വരുമ്പോഴേ ജപ്പാൻ്റെ ടോർച്ച് കൊടുത്തേക്കാൻ വേണ്ടി എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ അബ്ബാസിനോട് അത് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ഓൻ കൊണ്ടുവരില്ല. ഓൻ എന്നോടൊരു വർത്താനം കൂടി പറയാത്തതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ മൈമുട്ടിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വർത്താനം പറഞ്ഞു. അപ്പോൾ ഓൻ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ അബ്ബാസിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞത്. അബ്ബാസിന്റെ സ്വഭാവങ്ങൾ എന്തിനാ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? നമ്മളെ പെരി നടക്കുന്ന സംഭവങ്ങളൊന്നും പുറത്തുള്ള മത്സന്മാരോട് പറയാൻ പറ്റുമോ? ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല, പറയാൻ പറഞ്ഞും ചെയ്തു. പിന്നെ പറയേണ്ടതിനൊക്കെ ആയി. ഓൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ അല്ലേ നബീസ്? ഇപ്പോഴും ഓന്ന് നന്നായിട്ടില്ലല്ലേ ഈ വരവിലും. എന്നോട് ഒരു അക്ഷരം ഓൻ മുണ്ടലില്ല. എന്തേലും ഞാൻ ചോദിച്ചാൽ അതിനൊരു മറുപടി പറയും. കുട്ടികളോട് ഓ അങ്ങനെ തന്നെ ഒരു കളിച്ച് തിരിച്ച് വർത്താനം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഓൻ്റെ പെണ്ണുങ്ങളോടും കുട്ടികളോടും കൂടി ഇല്ല ഒരു കളിച്ചെറിച്ച് വർത്താനം പറയല്. പിന്നെ ഇപ്പം ഇമ്മയല്ലേ നമ്മളോട് അത്രക്കും ഓന് പറച്ചിലില്ല ഒന്നും. ഓന് ചെറുപ്പത്തിലാണ് ദുബായിക്ക് പോയതല്ലേ നബീസു. അതുകൊണ്ടേ ഇക്കാരം ഇവിടെ പെരക്കാരോടും നാട്ടുകാരോടും ഒരു ബന്ധമില്ലല്ലോ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഓനോട്. ഇനി ഇതൊന്നും അല്ലാതെ ഓൻ്റെ ദുബായിത്തെ കച്ചവടത്തിൽ വല്ല ഇടങ്ങേറായിട്ടുണ്ടോന്നാവോ? അതൊന്നും ഇപ്പം നമ്മളറിയില്ലല്ലോ. ആ ഒരു വേദനയും മനസ്സിലുണ്ടെങ്കിലും ഈ കളി ചിരിയൊന്നും ഉണ്ടാവില്ല. ചിലപ്പം കടും കള്ളി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതൊന്നും പോവാൻ നമ്മളോട് പറയണില്ലല്ലോ. കടും കള്ളിയൊന്നും ഓനുണ്ടാവൂല. അപ്പോൾ ഓന് പുതിയൊരു ഏർപ്പാട് തുടങ്ങിക്കണല്ലോ. ഓനോ ഓൻ്റെ കൂട്ടുകാരനും കൂടി കൂടിക്കാണ്ട് മെച്ചം തന്നെയാണ്. ഓള് വർത്താനത്തിൽ ഞാൻ ഒക്കെ മനസ്സിലാക്കിയിരിക്കണു. പിന്നെ ഓന് മുണ്ടാതെ നടക്കുന്നുണ്ട്. ഓൻ്റെ ഒരു സ്വഭാവം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഏതായാലും ഞാൻ മൈമുട്ടിനോട് ഓനെ കണ്ടിക്കാണ്ട് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാൻ പറഞ്ഞു. ഈ പെരിയിലും പുറത്തൊന്നും ആരോടും മുണ്ടാതെ നടന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. കടും കള്ളി ഉണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥലം വിറ്റിക്കാണ്ട് ആ കടക്കാണ് വീട്ടാം. പിന്നെ ഇപ്പം ഇനി അതല്ല ഓനിങ്ങനെ ആകര കാട്ടി പണിയെടുത്തുകാണ്ട് കുറെ കായ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ലല്ലോ. ആരും മരിച്ചു പോകുമ്പോഴൊന്നും കൊണ്ടുപോകില്ലല്ലോ. ഒരു സന്തോഷത്തോടു കൂടി ആണ്ടും കൊണ്ട് വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് നടക്കുമ്പോഴല്ലേ ഒരു സന്തോഷം മനസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ഇച്ച് തോണ്ടത് ഓൻ ഈ നാട്ടിൽ നിൽക്കാനിട്ടാണ്. ഓൻ ലീവിന് വരില്ലേ 4 ദിവസത്തിന് അല്ലെങ്കിൽ 1 മാസത്തിന്. ഇനി ഓനെ ഒരു 6 മാസത്തിന് ഈ നാട്ടിൽ നിൽക്കാൻ പറയണം, ലീവ് എടുത്തുക്കാണ്ട്. എന്നാലും ഓന് ഈ നാട്ടുകാരായിട്ടും വീട്ടുകാരായിട്ടും ഒരു ബന്ധം ഉണ്ടാവുള്ളൂ. റിയാസ ജാ മൊബൈലിൽ കളിച്ചിങ്ങനെ കുത്തിറക്കല്ല. ജിന്നും ശ്രദ്ധിക്ക. അന്റെ കെയറോപ്പിലേ 5 സെന്റ് സ്ഥലവും പറമ്പും കൊടുക്കാണ്ടാണ് എവിടെയും. ആർക്കാണത്? അത് നമ്മളെ അസർപ്പില്ലടാ, ആ കൊഴഞ്ഞെടുക്കണേ ഓനാണ്. എല്ലാരും പാടി പിരിവിട്ടുകാണ്ട് വാങ്ങിക്കൊടുക്കാണ്. ഇവിടെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നലെ ആരസിന് മറ്റിറക്കിയില്ലേ? അതിന്റെ ബാക്കിലുള്ള പേരതാ. ആ പേരും പറമ്പാണി കൊടുക്കാണ് നിങ്ങൾ പറഞ്ഞിരുന്നു. ആ പേരെ ഞാൻ ശ്രദ്ധിച്ചേക്കണു. അവൾക്ക് റോഡും വെള്ളം സൗകര്യമൊക്കെ ഉണ്ടാ? വള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ അതിക്ക് 3 അടി വജ്ജുള്ളൂന്ന് സംശയമുണ്ട് എനിക്ക്. അബ്ബാസാണല്ലോ വരണ്ടേ? അബ്ബാസേ. ആ സംശോ അല്ലടാ, ഇജിപ്പ് എന്ന് വന്നു? ഞാൻ വന്നിട്ട് 2 ദിവസമായിടാ. ഇവൻ എനിക്ക് മനസ്സിലായില്ല. ഇവനേതാ? അനക്ക് ഇവന് മനസ്സിലായില്ലേ? മെയ്തി കുട്ടിയാക്കാൻ വേണടാ, ഉള്ളാടശ്ശേരി. അല്ല ലീവ് ഇപ്പൊ എത്ര ഉള്ളത്? 10-45 ദിവസമൊക്കെ ഉണ്ടടാ. ഇവിടെ നിന്നിട്ടൊരു കാര്യമൊന്നുമില്ല. എനിക്കിപ്പോ എന്താ ഏർപ്പാടാ? എടാ ഞമ്മക്ക് ആ പഴയ പണി തന്നെ, മെറ്റലും മണലൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു. ഇപ്പോഴും ആ പരിപാടി തന്നെ. വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ? വിദേശത്തൊക്കെ ഒന്ന് കയറിക്കൂടെ? ഒന്നും ശരിയായിട്ടില്ല. ഇജെത്താ നിർത്തി നിൽക്കണ്ട്. ഇജ് ഇപ്പൊ അവിടെ കുത്തർക്കേ. നമ്മൾ പണ്ടൊക്കെ ഉത്തർന്നിയ സ്ഥലങ്ങളല്ലേ. വാ ഇല്ലടാ, ഇരിക്കാൻ നേരമില്ല. എനിക്ക് വേറെ ചുറ്റുപാടുണ്ട്. നമുക്ക് കാണാതാലും. എത്ര പോണ്ടൊക്കെ ലെവലില്ലേ? കുറച്ച് കായ് ഉണ്ടായിച്ചിട്ട് ഇങ്ങനെ ആവല. ഇജ് കേട്ടില്ലേ ഓൻ പറഞ്ഞത്? ഓനക്ക് ഇന്നെ അറിയില്ലല്ലോ. ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച ആൾക്കാരെ ഞങ്ങൾ ഉണ്ടാവുള്ളൂ. 10ാം ക്ലാസ്സിൽ ഓൻ ജയിച്ചത് ഇന്റത് കോപ്പി അടിച്ചിട്ടാണ്ട. 10 ഉറുപ്പ്യ കഴിക്കലാണ്ട് വന്നപ്പോഴേ ഓനക്ക് നമ്മളൊന്നും മനസ്സിലാവണില്ല. 10 ഉറുപ്പ്യ എന്റെ അടുത്തുണ്ടായാലേ ജിന്നി അറിയാതാവും. അല്ല സംശയം എന്താ ഓനക്ക് അവിടെ പരിപാടി എന്നാവല്ലേ? ഓൻ ഇവിടുന്ന് ചെന്നേ അറബിന്റെ കീഴിൽ ശമ്പളത്തിന് പണിയെടുക്കണം. ഇപ്പൊ ഈ വണ്ടിന്റെ സ്പെയർ പാർട്സ് ഇല്ലേ, അതിന്റെ കച്ചവടമാണ് അവന്. ഓൻ ഒറ്റക്കൊന്നല്ല, ഓനൊരു പാർട്ട്ണറും ഉണ്ട്. ഇപ്പൊ നല്ല മെച്ചത്തിലാണ്. എന്ത് മെച്ചുണ്ടായിട്ട് എന്താ കാര്യം? 1 ഉറുപ്പ്യ ഒരു മനുഷ്യന് കൊടുക്കൂലോ. ഓൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു കഞ്ചൂസ് ചെയ്യുന്നു. ഇപ്പൊ ഒരാളോട് മുണ്ടുണിയല്ലോ. കാരണം എന്താ? 10 ഉറുപ്പ്യ കഴിക്കണ്ടായപ്പോഴേ ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും വിചാരിച്ചിട്ട്. ഇജ്ജ് പറഞ്ഞൊക്കെ ശരിയാണ്. ഓൻ 1 ഉറുപ്പ്യ ചെലവാക്കൂല. നമ്മളെ സാധിക്കില്ലേ, ഓന്റെ അടുത്താണ് അവിടെ. ഓൻ പറഞ്ഞേക്കാം ഒരു സംഘടനയിൽ ഓൻ കൂടിയിട്ടില്ല. കാരണം എന്താ? ഓർക്കൊക്കെ പൈസ കൊടുക്കേണ്ടി വരും. അതന്നെ നമ്മളെ നാട്ടിലേ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എന്തിനാപ്പൊ ഇങ്ങനൊക്കെ കായ് ഉണ്ടാക്കിട്ട്? നിങ്ങളെപ്പച്ചി കൊടുന്ന മുട്ടായിയേ എല്ലാവർക്കും കൊടുത്തില്ലേ? ബാക്കി നിങ്ങളും തിന്നു. ഇനി ഇല്ല, കഴിഞ്ഞുകൊണ്ടുട്ടാ. കൊറേ മുട്ടായി ഉണ്ടല്ലോ, അത് കഴിഞ്ഞ. അനക്കും എന്റെ ഇത്താക്കുവേ ഇപ്പൊ വന്ന ശേഷം മുട്ടായി തിന്നല്ലേ ഞാൻ പണി. മുട്ടായി ഇല്ലെങ്കിലും കുഴപ്പമില്ല. സ്കൂള് പൂട്ടിയിട്ട് എല്ലാ കുട്ടികളും ടൂറാവുണ്ട്. നമ്മൾ മാത്രം പോയിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കൂല. ഞങ്ങളോടൊരു സ്നേഹവും ഇല്ല ഇപ്പാക്ക്. ആരാ നിങ്ങളോട് പറഞ്ഞത് ഇപ്പാക്ക് നിങ്ങളോട് സ്നേഹമില്ലാന്ന്? സ്നേഹം ഉണ്ടായിട്ടല്ലേ നിങ്ങൾക്ക് പല സാധനങ്ങളും ഇപ്പൊ കൊടുന്നു തരുന്നത്.
ടൂറിന് നമുക്ക് ഒരു ദിവസം പോവാ. പാക്ക് ഒഴിവില്ലാഞ്ഞിട്ടാണ്. ആപ്പ വന്നുകൂണു. ആപ്പാന്റെ വണ്ടീന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. മുട്ടായി ഇടുന്നുണ്ടാവാ. ആപ്പ ഞങ്ങൾ പറഞ്ഞ ലൈസ് ഇടുന്നോ? ആ അതിലുണ്ട്, രണ്ടാളും എടുത്തോളി. ഞാൻ ഒരു വെച്ചരാ. തിരക്കൂടരുത്. ഇജ്ജ് എന്തിനാ ഓൽക്ക് ഇങ്ങനെ മുട്ടായി കൊടുന്നു കൊടുക്കുന്നുണ്ട്? ഓരപ്പ കൊടുന്ന മുട്ടായിനെ അവിടെ കുറെ ഉണ്ട്. ഓർക്ക് ഞാൻ കണ്ട് കയറി വരുമ്പോഴേ കുറച്ച് മുട്ടായി ഇട്ടിക്കാണ് ശീലമായതല്ലേ, അപ്പൊ ഓർക്കും തന്നെ സന്തോഷാണ്. ഒന്നും ഇല്ലാതെ വന്നാൽ ഇന്നെ കൊണ്ട് കജ്ജൂല്ല. കുട്ടികൾ ചെറുപ്പം മുതലേ ഓലെപ്പ ദുബായിലായി. അപ്പൊ ഇജ്ജ് ഇങ്ങനെ കൊടുന്ന് ഓൽക്ക് കൊടുന്ന് ശീലാക്കി. ഇപ്പൊ ഓൽക്ക് അത് കിട്ടാതെയും വെച്ചാ. അതിനെ പറ്റി നിങ്ങൾ പറയൊന്നും വേണ്ട. ഓർക്ക് എളാപ്പായിട്ട് ഇപ്പൊ ഞാൻ മാത്രല്ലേ ഉള്ളൂ. എനിക്കാണ് ഈ പഠിച്ചവൻ കുട്ടികളെ തന്നതുമില്ല. എനിക്ക് കുട്ടികളില്ലാത്തതിന് ഇജ്ജ് സങ്കടപ്പെടുന്നും വേണ്ട. വെഗീറ്റൊന്നുമില്ലല്ലോ, പഠിച്ചോ എനിക്ക് തന്നോളൂ. അല്ലമ്മ, സൂറാബ് എന്താ അബ്ബാസ് വന്നിട്ടൊന്നും വന്നു നോക്കിയതുമില്ല. ഞാൻ വിളിച്ചപ്പോൾ ഓളാ വർത്തനം പറഞ്ഞതുമില്ല വരുന്ന കാര്യം. ഓൾ അതിനെ പറ്റി ഒന്നും എന്നോട് പറയില്ല. ഓള് ഈർച്ചുകാണ്ട് നിൽക്കുകയാണ്. അബ്ബാസ് വന്നിട്ടേ ഓനൊന്നാണ് പോയിട്ടില്ലല്ലോ. ഓ ആണ് ചെല്ലാതെ ഓൾ ഇങ്ങോട്ട് വരൂലെന്നാ പറഞ്ഞത്. അതിലിപ്പോ ഇതിന് ഓള് ഇറിച്ചുണ്ട്. ഓൻ ഒഴിവിട്ടിണ്ടാവില്ല പോവാനേ. അത് മാത്രമല്ല ഓന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലേ. ഒന്നും ഉണ്ടായിട്ടല്ല പോവാതിരിക്കണ്ടേ. ഓൾക്കറിയാം ഓന്റെ സ്വഭാവം. പക്ഷെങ്കിൽ ഓളെ കൂട്ടക്കാര് എന്താ വിചാരിച്ചെന്നാവോ വെച്ചിട്ടാ ഓള് ഈ പറയണത്. മാനുവാ മാനുവാ. അപ്പൊ അത് എവിടെ പോയി കിടക്കുക? ഇവിടെ ഇല്ലേ? ആ നിങ്ങളാ എന്റെ ഇപ്പൊ ഈ ബൈക്ക് ഞാൻ കയറിയിരിക്കി. ഞാൻ കയറിയിരിക്കുന്നല്ല മാനോ, ഞാൻ വേറൊരു കാര്യം അറിയാൻ പോകുന്നതാണ്. എന്ത് കാര്യം ഇപ്പൊ എന്റെ എത്തുന്ന അറിയാനുള്ളത്? എന്റെ അളിയൻ എന്റെ പേരനോട് ചാരിയിട്ട് ഒരു 10-25 സെന്റ് സ്ഥലം എടുത്തു പറഞ്ഞു. ശരിയാണ്? അത് എന്നെടുത്തേക്കണു. എന്തേ ഇപ്പൊ നിങ്ങളത് ചോദിക്കാൻ കാരണം? എന്റെ പേരനോട് ചാരിയുള്ള സ്ഥലമല്ലേന്നു. അത് എനിക്ക് എടുക്കാൻ നല്ല കമ്പം ഉണ്ടായിരുന്നു. ഞാനൊരു കമ്മറാജിനോട് ചോദിച്ചതുമാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞു കൊടുക്കണില്ല. പിന്നെ എൻ്റെ അളിയനിപ്പോൾ അത് എങ്ങനെ കിട്ടിയത്? അളിയനും മറാജും ഭയങ്കര കമ്പനിയല്ലേ, ആ രീതിയിൽ എങ്ങനെയും കൊടുത്തതേ കാരം. എന്നാലും ജയ് എനിക്കും വേണ്ടി ഒരു ഉപകാരം ചെയ്തു. ഇജ്ജ് എൻ്റെ അളിയനോടൊന്ന് മറിച്ചു കൊടുക്കുമെന്നൊന്ന് ചോദിച്ചു നോക്കുമോ? എൻ്റെ അളിയനോടേ ഞാനത് ചോദിച്ചാൽ ശരിയാവോ തോന്നുന്നില്ല. അതാണ് ഇപ്പം എന്നെ ഏൽപ്പിക്കേണ്ടത്. അപ്പോൾ ജോൻ സംസാരിച്ചു നോക്ക്. അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നണില്ല. എന്റെ അളിയാനൊരു മുതലെടുത്താലേ അത് പിന്നെ എന്തായാലും കൊടുക്കൂല. ഏതായാലും ഞാനേ അവിടെ പോവുണ്ട്. എൻ്റെ പെങ്ങളെ വലിയ മോന് വന്നേക്കണ്. എനിക്ക് ഓനൊന്ന് കാണേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ അവിടെ പോവുണ്ട്. അപ്പം ഞാൻ അളിയനോട് ഈ കാര്യം സംസാരിച്ച് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വിവരം തരാം കേട്ടോ. എന്താ അന്വേഷിച്ചൊരു വിവരം പറയും. കാരണം എനിക്ക് അനിലൊരു പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ ആയിക്കോട്ടെ, ജോൻ ശ്രമിക്കട്ടോ. ഞാൻ പോട്ടെ. കുഞ്ഞോളെ, ഞാൻ അന്യം കുട്ടികളെയും കൂടി ആണ് ദുബായിക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. കുട്ടികളെ അവിടെ ചേർക്കും ചെയ്യാം. എന്നാൽ എനിക്ക് ഈ 2 കൊല്ലം കൂടുമ്പോൾ ഈ വരവൊക്കെ ഒന്ന് നിർത്താമല്ലോ. സ്ഥിരമായിട്ട് അവിടെ തന്നെയാണ് താമസമാക്കാന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഞാനും കുട്ടികളും ഏതായാലും പോരുന്നില്ല. നിങ്ങളെ മാറ്റ സ്വഭാവം പഠിപ്പിച്ചാൽ കുട്ടികളെ ഞാൻ നോക്കണില്ല. നിങ്ങൾ ഈ ഗൾഫ് പോയാലാണ് ഉമ്മാനോട് എന്തെങ്കിലും ചോദിച്ചുമ്പോൾ വർത്താനം പറയാനല്ലാതെ നിങ്ങൾ മുണ്ടലുണ്ടാവും. അതേമാതിരി ഇപ്പാനോടൊക്കെ നിങ്ങൾ എന്നും മുണ്ടിയാതാ. അത് എന്തെങ്കിലും ചോദിച്ചുമ്പോൾ ഒരു മറുപടി എന്തെങ്കിലും ഒന്നും പറയും. നിങ്ങളിപ്പോൾ നിങ്ങളോട് നിങ്ങൾ കഴിച്ച് ചിരിച്ച് എന്തെങ്കിലും വർത്താനം പറയലുണ്ടോ? കാര്യം എന്തെങ്കിലും പറയാമെന്നല്ലാതെ. അതേമാതിരി നിങ്ങൾക്ക് ഒരു അനിയനുണ്ടല്ലോ, ഓനോടും അങ്ങനെ തന്നെ നിങ്ങളെ സ്വഭാവം. അതേമാതിരി സ്വഭാവം ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല. ഈ കുടുംബത്തിൽ ആരും ഇല്ല അങ്ങനെ നിങ്ങളെ മാറ്റത്തെ സ്വഭാവം. എല്ലാവരും നല്ല സ്വഭാവമാണ്. എങ്ങനെ നിങ്ങൾ ഇങ്ങനെ ആയി? എത്താപ്പജ്ജി പറയേണ്ടത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഗൾഫ് പോയി തുടങ്ങിയിരുന്നു. അതിന് ശേഷം എൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. ചെറുപ്പത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇതിന് ശേഷമാണ് കൂടുതലായത്. അല്ലാതെ വെച്ചാൽ ആരോടും സ്നേഹമില്ലായിട്ടൊന്നും അല്ല. നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ സമ്മതിച്ചും തന്നല്ല. പിന്നെ ഞാൻ പറയാം, ഞങ്ങൾ അങ്ങോട്ട് പോരുന്നില്ല. നിങ്ങൾ 6 മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ ഇങ്ങോട്ട് വരി, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരി. എന്നിട്ട് ഇവിടെ നമുക്ക് സന്തോഷത്തോടെ അങ്ങനെ കഴിയുക. ഇപ്പാനോടും ഉമ്മാനോടും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറിക്കാണ്ട് അവിടെ ചെന്നാലേ നിങ്ങൾ നേരം വെളുത്താ ജോലിക്ക് പോകും. ഞങ്ങൾ റൂമിൽ അടച്ചുകൂട്ടി അവിടെ നിൽക്കേക്കാരം. അപ്പോൾ അതിലേറെ നല്ലത് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക. ഇവിടെ നല്ല സന്തോഷത്തോടെ ഞങ്ങൾ കഴിയുന്നുണ്ട്. എൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. അതെങ്ങനെ വെച്ച് മാറ്റിയെടുക്കാൻ കഴിയണില്ല. എല്ലാവരോടും മുണ്ടി പറഞ്ഞ് കിറിച്ച് കളിച്ച് വർത്താനം പറയണമെന്നൊക്കെ എനിക്ക് പൂതിയൊക്കെ ഉണ്ട്. എൻ്റെ മനസ്സതിന് സമ്മതിക്കണില്ല. ചില ആൾക്കാരെ വിചാരം എൻ്റെ അടുത്ത് നല്ല പൈസ ഉണ്ട്, അതുകൊണ്ടാണ് ആരോടും മുണ്ടാതെ നടക്കേണ്ടത് എന്നുള്ളൊക്കെ ചിന്ത ഉണ്ട്. എൻ്റെ അടുത്ത് എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ടെൻഷനാവൊന്നും വേണ്ട. എല്ലാ പ്രവാസികളും ഇങ്ങനെ തന്നെയാണ്. പൈസ ഉണ്ടാക്കുന്ന ഇടയിൽ ജീവിക്കാൻ മറന്നു പോവുകയാണ് ഓല്. എനിക്ക് ആവശ്യമേ സ്വത്തും മുതലൊന്നുമല്ല, നിങ്ങളെ സ്നേഹമാണ്. അത് നിങ്ങൾക്ക് തരാൻ കഴിച്ചോ? നിങ്ങൾ ഇതുവരെ ആയിട്ട് എന്നോടും കുട്ടികളോടും നല്ല രീതിയിലൊന്ന് ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ സ്വഭാവം ഇങ്ങനെയാണ് അറിഞ്ഞിക്കാണ്ട് ഒന്നും നടന്നാൽ പറ്റൂലല്ലോ. ഒന്ന് മാറ്റി ചിന്തിച്ച്. നിങ്ങൾ കുട്ടികൾക്ക് എല്ലാ സാധനങ്ങളും കൊടുന്നു കൊടുക്കുന്നു. പക്ഷേ കുട്ടികൾക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടാവും. സ്നേഹം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ച് കിട്ടുക? അങ്ങോട്ട് കൊടുത്തെങ്കിലുള്ളൂ ഇങ്ങോട്ട് തിരിച്ചും കിട്ടുള്ളൂ. എനിക്കറിയാം എൻ്റെ മക്കൾക്ക് എന്നോട് സ്നേഹമില്ല എന്നുള്ളതൊക്കെ. എൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. ഞാൻ എന്താ ചെയ്യാറപ്പേ? ഞാൻ ഇപ്പം അതൊന്നല്ല ആലോചിച്ചിട്ടുണ്ട്. നിങ്ങളെപ്പാക്കും ഉമ്മാക്കും എന്തോ ഒരു സ്നേഹമാണ് എന്നോട്. ഒരു മഴയോളെ പോലെയല്ല ഒലിന്നെ കാണുന്നത്, ഒരു മോളെ പോലെ ഒലിന്നെ കാണുന്നത്. ആ സ്വഭാവം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് എനിക്കൊരു സങ്കടമാണ്. ഞാൻ എൻ്റെ ഈ സ്വഭാവേ
ഒന്ന് മാറ്റാൻ നോക്കാം. നല്ല രീതിയിൽ നിങ്ങളോടൊക്കെ കളിച്ച് ചിരിച്ച് വർത്താനം പറഞ്ഞു കണ്ട് ജീവിച്ചാൽ നോക്കാം. ആ റഷീദ പറടാ. അബ്ബാസ് നീ എവിടെടാ? ഞാൻ വീട്ടിലാണ്. എന്തേ? പിന്നെ ഇജ്ജ് ടെൻഷൻ ആണ്ട. അന്റെ ഷോപ്പിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എന്റെ പാർട്ണറെ പോലീസ് പൊക്കിയിട്ടുണ്ട്. എന്താണടാ പ്രശ്നം? പിന്നെ പ്രശ്നങ്ങളൊന്നും ഇജ്ജ് പറഞ്ഞിട്ടുണ്ടാവില്ല. ഓനടാ നിങ്ങളെ കടമല് ലോൺ എടുത്തേക്കണം. നിങ്ങൾ തമ്മിൽ പാർട്ണർമാരാണല്ലോ. വലിയ എന്തോ ഒരു സംഖ്യയാണ് എടുത്തിട്ടുള്ളത്. കട ഏതായാലും അടച്ചിട്ടേക്കണം. അപ്പൊ ജോലിക്കാരൊക്കെ? ആ ഓല് റൂമിലുണ്ട്. ഇജ്ജൊരു പണി തൽക്കാലം ഇങ്ങോട്ട് റിട്ടേൺ ടിക്കറ്റ് എടുക്കല്ല. കാരണം ഇജ്ജ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നിന്നെയും പോലീസ് പൊക്കാൻ സാധ്യതയുണ്ട്. ആയിക്കോട്ടെടാ. ഇജ്ജ് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എനിക്കൊന്ന് വിളിച്ചു പറഞ്ഞട്ടോ, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. ഓക്കെടാ. അനീഫ ഇജോടല്ലേ? ആ ഞാൻ അവിടെ വരടാ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ. അബ്ബാസേ, ഈ സംഗതി ചെറുതല്ല, വലിയ ഗൗരവമുള്ള സംഗതിയാണ്. UAE നിന്നാണ് ലോൺ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ, ഒരുപാട് കോളുകൾ UAE നിന്ന് വന്നതുകൊണ്ട് വഷളായതിന്റെ ശേഷമാണ് അറിഞ്ഞിട്ടുള്ളത്. ഒരു പാർട്ണർ എന്നുള്ള നിലക്ക് അബ്ബാസിനോട് പറഞ്ഞിട്ട് അത് ചെയ്യാൻ പാടുള്ളായിരുന്നു. ആ ഒരു പറച്ചിലില്ലാത്തിന്റെ പേരിലാണ് ഓൻ ജയിലിൽ പോയതും നിങ്ങളെ രണ്ടാളുടെ സ്റ്റാഫിനും കൂട്ടേണ്ടി വന്നതും. ചില്ലറ കളിയൊന്നല്ല ഓൻ കളിച്ചിട്ടുള്ളത്. UAE ഗവൺമെന്റിനാണ് ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അവൻ പുറം കാണുന്നുള്ള കാര്യത്തില് പ്രയാസം തന്നെയാണ്. ഇവിടെ വന്നിട്ട് അന്നെ പൊക്കാനുള്ള സംവിധാനം ഗവൺമെന്റിനുണ്ട്. അനീഫ, ജലീൽ എന്നെ അങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യമാണ്. ഞാനും ഓനും നല്ല രീതിയിലാണ് ആ ഏർപ്പാട് നടന്നു പോയത്. നല്ല ലാഭം കിട്ടുന്ന ഏർപ്പാടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നു പോയിരുന്നതും. അതിൻ്റെ അടിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഓനെ ഏൽപ്പിച്ചു കാരണം ഞാൻ വേറൊരു ചുറ്റുപാടിന് തിരിഞ്ഞു. അപ്പോഴാണ് ഇപ്പം ഇതൊക്കെ ചെയ്തേച്ചേണ്ടത്. ആ ഒരു കാരണത്താൽ ഇപ്പം ഞാനും കൂടി കുടുങ്ങി. അപ്പം അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചിരുന്നു. എന്താ ഇപ്പം ഞാൻ അങ്ങനെയാണെങ്കിൽ ചെയ്യുക? ഒരു 6 മാസം മുന്നേ കട ഒന്നും കൂടി ഉഷാറാക്കി. അതിന് ഞാൻ എൻ്റെ അടുത്തുള്ള കായ് മുഴുവൻ ഓന് ഞാൻ കൊടുത്തു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഉറുപ്പ്യ പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഞാൻ നിൽക്കേണ്ടത്. ഏതായാലേ ഞാൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറയണം, ആരെങ്കിലും പറഞ്ഞുകൊണ്ട് പോകാൻ നിൽക്കണ്ട. പോയി കഴിഞ്ഞാൽ അവിടെ കുടുങ്ങും. പിന്നെ ജയിലിൽ കൂടിക്കഴിഞ്ഞാൽ അത് തെളിഞ്ഞു വരുമ്പോഴത്തിന് കൊല്ലങ്ങളോളം പിടിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു നിലക്കും പോയത് ഇവിടെ തന്നെ എന്തെങ്കിലും ചെയ്ത് കണ്ട് കൂടിയിട്ട് കുട്ടികളായിട്ട് മുന്നോട്ട് പോകും. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഏർപ്പാടൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാം. എൻ്റെ വീട്ടിലത്തെ കാര്യം ആലോചിക്കുമ്പോഴാണ് സങ്കടം. 10-18 കൊല്ലം ഞാൻ അവിടെ നിന്നുകാണ്ടേ എൻ്റെ കുട്ടികളോടും ഇപ്പാനോടും ഉമ്മാനോടും പെണ്ണുങ്ങളോടും ഒരു സ്നേഹം പോലും ഞങ്ങൾക്ക് കൊടുത്തിട്ടില്ല. കാരണം എനിക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നും ഇന്നും. അതുകൊണ്ടേ ഇന്നും കൂടി ഇപ്പോൾ കുറച്ച് നാളത്തെയും കൂടി എൻ്റെ പെണ്ണുങ്ങൾ എന്നോട് ഈ വർത്താനം പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളെ മാറി നിങ്ങളെ മക്കളെ നിങ്ങൾ വളർത്തരുതെന്ന്. ആ ഒരു വിഷമിച്ച് വല്ലാതെ ഉണ്ടായിപ്പ. അത് സാരല്ലടാ, വിഷമിക്കൊന്നും വേണ്ട. എന്റെ മക്കളും എന്നെ പറ്റി അങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് സെറ്റിലായപ്പോയി എന്റെ മക്കള് എന്നോട് കൂടുതൽ അടുത്തുകാണ്ട് നല്ലൊരു സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ജീവിക്കുന്നുണ്ട്. നമ്മൾ ഗൾഫ് നിർത്തി കഴിഞ്ഞാല് നമ്മൾ ഒറ്റപ്പെടും. നമ്മളെയൊക്കെ ഒരു നയ പൈസ ഇല്ലാതായി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് വേണ്ടാന്നുള്ളൊരു ചിന്ത ഞാനും ചിന്തിച്ചിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് പടച്ചോൻ ഹൈറാണ് തന്നിട്ടുണ്ട്. അതേമാതിരി പടച്ചോനോട് തവക്കൽ ചെയ്ത് കണ്ട് മുന്നോട്ടാണ് പോകും, നമ്മൾ രക്ഷപ്പെടും. എനിക്ക് എന്റെ കുടുംബത്തിനോട് സ്നേഹമില്ലായിട്ടൊന്നും അല്ല. ഞാൻ പിന്നെ കൂടുതൽ ധാരാളിത്തം കാട്ടി പൈസ ചെലവാക്കേണ്ട ഒരാളും അല്ല. കാരണം നമുക്ക് അവിടുന്ന് കിട്ടേണ്ടതിന്റെ അവസ്ഥ ഇപ്പം എനിക്കറിയില്ല. അതിനനുസരിച്ച് ഞാൻ ചെലവാക്കലുള്ളൂ. അപ്പോൾ ഓലെ വിചാരം ഞാനൊരു അരക്കത്തരം കാട്ടി അങ്ങനത്തെ ഒരു സ്വഭാവമായിട്ട് നടക്കേണ്ട ആളാണ്. മക്കളോടും കുട്ടികളോടും ഉമ്മാനോടും ഉപ്പാനോടും കൂടപ്പറപ്പിനോടൊന്നും സ്നേഹമില്ലാതെ നടക്കുകയാണെന്നുള്ളതിന് ഓരോ ചിന്ത. പെണ്ണുങ്ങൾ പറഞ്ഞ വാക്കിലിച്ച് അതാണ് തോന്നിയത്. അതാണ് ഞാൻ എന്നോട് എൻ്റെ ഈ സങ്കടം പറഞ്ഞത്. അബ്ബാസെ, അതിനെ പറ്റിയൊന്നും ചിന്തിക്കണ്ട. അന്റെ പൈസ ഉണ്ടാക്കേണ്ട ആ ബുദ്ധി അന്റെ തലയിൽ ഇപ്പോഴും ഉണ്ട്. അതിനുള്ള സാമർത്ഥ്യം എനിക്കുണ്ട്. അതിന് ഇനി അവിടെ നിന്ന് കലങ്ങി തെളിഞ്ഞ് അവിടുത്തെ കേസും കൂട്ടൊക്കെ ഒന്ന് കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് ഒന്നും കൂടി പോവാം. അതിന്റെ ഇടയിൽ ചെയ്യാനുള്ള ഒരു കാര്യം, ഇമ്മാനും ഇപ്പാനും പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂട്ടുകുടുംബത്തിനും കൂട്ടിപ്പിടിച്ച് നല്ലൊരു ജീവിതത്തോട് കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി. നമ്മൾ എന്തായാലും ഈ പ്രവാസികൾ അവസാനം തളപ്പറ്റാല് മറുത്ത് തന്നെയാണ് കൂടാനുള്ളത്. ആ ഒരു ചിന്തയോട് കൂടിയിട്ട് റാഹത്തടിച്ച് ജീവിച്ച് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഞങ്ങൾക്ക്. ആ വാങ്ങിയ സ്ഥലത്തേ പെട്ടെന്ന് അതിരിടണം. ആ ഇമ്മറാജി അതിന്റെ അതിരിലുള്ള ആ കേസും കൂടിയും ആദ്യം തന്നെ തിരക്കിയെന്ന്. ഈ നമ്മൾ എടുത്തക്കൂടെന്ന് അറിയുമ്പോഴേ നമ്മളോട്ട് തിരക്കിന് വരുമോന്നാവും.
അതിര് ക്ലിയർ ആയില്ലെങ്കിലേ എന്നും അവിടുന്ന് ഒരു കച്ചറയിക്കാരം. അതിന് കുറച്ചേ പൊട്ടക്കല്ലാണ് ഇറക്കിക്കാണ്ടേ അതിരാൻ കുത്തിയാ പോരെ. അതിന് തിരക്കും കുതൂലും നിക്കണ്ടല്ലോ. അതിനൊക്കെ ഞാൻ തന്നെ ഇറങ്ങണ്ടേ? ഇവല് മക്കൾക്കുള്ള മുതലാണ് ഇപ്പൊ ഈ വാങ്ങിയിട്ടുണ്ടതൊക്കെ. ഞാൻ ഇത് മരിച്ചുമ്പോ കൊണ്ടുപോകുന്നില്ല. ഓലെന്നാ ബാപ്പാന്റെ മുതലാണ് വെച്ചിട്ട് ഒന്ന് ഇറങ്ങിക്കാണ് ഇതൊന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാത്തിനും മുന്നിക്ക് ഞാൻ ഇറങ്ങണം. എന്നാ സുക്കൂറെ അനക്കേ ആ സംസൂനെ വിളിച്ചിക്കാണ്ട് കുറച്ച് കല്ലിറക്കിച്ചൂടെ പൊട്ടല്ലേ. അതുമ്മ ഞാനാവുമ്പോഴേ ഒരു ലെവൽ ഇട്ടൂല. ഇപ്പേരെ പോയി ചെയ്യല്ല നല്ലത്. ഞാൻ അതുകൊണ്ടാണ് അയിമക്ക് ഇറങ്ങാത്ത തന്നെ. ലെവലൊന്നും ഇജ്ജ് നോക്കണ്ട, അതൊക്കെ പടവേര് നോക്കിക്കോളും. അതിലിടേണ്ട നേരത്തെ ഞാൻ വരണ്ടേ. ഞാൻ കല്ലൊക്കെ ഇറക്കിച്ചിക്കാണ്ടേ ഒരു പണിക്കാരി ഏൽപ്പിച്ചോണ്ടോ? അതിനും ഞാൻ നടക്കണ്ടല്ലോ സുക്കൂറെ. ആയിക്കോട്ടെ, സംസനോട് ഞാൻ പറയാ കല്ലിന്. പിന്നെ ആ പാങ്ങുള്ള ഹരിദാസനെ വിളിച്ചാ നമുക്ക് പടവിന്. അതിലിടേണ്ട നേരത്തെ നിങ്ങൾ വരണ്ടേ കേട്ടോ. അതൊക്കെ ഞാൻ വരും സുക്കൂറെ. അബ്ബാസേ, എത്തപ്പാനെ കുട്ടി ഇപ്പൊ നീ കണ്ടിട്ടുണ്ടത്? ദുബായിക്ക് ഇനി പോക്ക് നടക്കൂല. അവിടെ ഇറങ്ങിയാൽ പോലീസ് പൊക്കുന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഞാനിനി സൗദിക്ക് ഒരു വിസ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടത്. ഇനി ഇജ്ജ് വിസക്കൊന്നും നോക്കണ്ടടാ. ഇവിടെ എന്തെങ്കിലും ഒരു ഏർപ്പാടുണ്ടോ നോക്ക്. പൈസ ഇല്ലെങ്കിൽ ഇജ്ജ് ബുദ്ധിമുട്ടണ്ട. എന്തേലൊക്കെ ഒരു കുറച്ച് പൈസ ഞാൻ തരണ്ട എനിക്ക്. ഇപ്പൊ പറഞ്ഞു തന്നെ ശരി അബ്ബാസേ. ഒരു 3-4 കൊല്ലം ഇവിടെ നാട്ടിൽ നിൽക്കേ. അതിന്റെ പെരുമാറ്റമൊക്കെ ഒന്ന് നന്നാവട്ടെ, എന്നിട്ട് എനിക്ക് പോവാൻ നോക്കാം. നീ എന്നപ്പം നിങ്ങൾ പറഞ്ഞ വായിക്കന്നെ ഞാൻ നാട്ടിൽ തന്നെ കൂടാൻ നോക്കാം. പിന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ സ്വഭാവത്തിൻ്റെ കാര്യം. എനിക്ക് ആരോടൊരു ഈറുണ്ടായിട്ടൊന്നുമല്ല ഞാൻ അങ്ങനെയൊന്നും പെരുമാറേണ്ടത്. ഞാൻ സത്യത്തിലേ പൈസൻ്റെ പിന്നാലെ പോയി. അപ്പോൾ ഞാൻ കൂട്ടും കുടുംബം മറന്നു, ജീവിച്ചാൽ മറന്നു. അതാണ് സത്യത്തിൽ ഉണ്ടായിക്കേണ്ടത്. പല കുട്ടി സങ്കടപ്പെടുന്നു വേണ്ട. എൻ്റെ മനസ്സിലൊന്നുമില്ല എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ ഇപ്പോൾ ദുബായിൽ ആ പീഡിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചു എന്ന് പറഞ്ഞു. അതിനിച്ച് വിഷമിച്ചൊന്നും വേണ്ട. അതൊക്കെ പഠിച്ചോൻ്റെ ഒരു വിജയിക്കാരം. അല്ല ഇജ്ജിപ്പോ എടുക്കാ മാറ്റി ഇറങ്ങണു? ഞാൻ സൂറാബിൻ്റെ ഒന്ന് പോകണം വിചാരിച്ചിട്ടുണ്ട്. അതേമാതിരി മാനുവാക്കാൻ്റെ അടുത്തൊന്നും പോകണം. ഞാൻ മങ്ങിയതിന് ശേഷം ഓൻ്റെ അടുത്തൊന്നും പോയിട്ടില്ല. പിന്നെ അങ്ങാടി കുറച്ചേരം ഇരിക്കണം. കൂട്ടുകാരന്മാരൊന്നും ഇപ്പം വെച്ച് നാട്ടിലില്ല. പഴയ ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കണം. അങ്ങാടിക്ക് ഇറങ്ങി നോക്കട്ടെ. ഏതെങ്കിലും ഓട്ടോറിക്ഷ കിട്ടിയാലേ അതിന് കയ്യാട്ടിക്കാണ്ട് കയറണം. ഞാൻ പോയിന്നാ. ബസ് അവിടെ ഒക്കെ എന്താ കുറേ ഇതിന് ഓട്ടോറിക്ഷയൊക്കെ പോണേ. ബൈക്കായിട്ട് പോയിക്കോ. അത് മാണ്ടടാ, എനിക്ക് എവിടേക്കെങ്കിലും പോകാണ്ടാവും. ഓട്ടോറിക്ഷ ഏതെങ്കിലും കിട്ടും, ഞാൻ അതിനാണ് പോയിക്കോളാം. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അബ്ബാസേ. ഞാൻ കുഞ്ഞോനോട് പറഞ്ഞു നല്ലൊരു ബൈക്ക് കിട്ടണമെങ്കിൽ ഒന്ന് കച്ചവടമാക്കാൻ എനിക്ക് വേണ്ടിയിട്ട്. അത് കിട്ടുമ്പോൾ തന്നെ ജയ് എൻ്റെ ബൈക്കായിട്ട് പോയിക്കോ. എനിക്കും വേണ്ടി ഒരു വണ്ടിക്ക് പോകാനോട് ഇജ്ജ് പറഞ്ഞേക്കണം. ഈ ഒരു വണ്ടിക്കും വേണ്ടി ഇജ്ജ് എത്ര വട്ടം എന്നോട് പൈസക്കും വേണ്ടി കെട്ടിക്കണം. അന്നൊന്നും ഞാൻ എൻ്റെ വാക്കൊന്നും കേട്ടിരുന്നില്ല. കായ് ചിലവാക്കണ്ടല്ലോ വെച്ചിട്ട്. ഇപ്പം ഇജ്ജ് എനിക്കും വേണ്ടി വണ്ടിക്ക് പറഞ്ഞേക്കണം പറഞ്ഞപ്പോഴേ മനസ്സിനൊരു സന്തോഷടാ. അതൊന്നും സാരമില്ല അബ്ബാസേ, ഞാൻ അതൊക്കെ മറന്നേക്കണു. ഇതിൻ്റെ കാരണമല്ലേ. പിന്നെ എനിക്ക് എൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവൂലേ. ഇജിപ്പോൾ ഒന്നും നോക്കണ്ട, ജി വണ്ടിയിട്ട് പോയിക്കോ. പിന്നെ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. കാകളൊരു ഏട്ടനാണ് ഇജ്. പക്ഷെ ഇജിനോട് മുണ്ടാതായപ്പോഴേ എനിക്കെന്തോ വലിയൊരു വിഷമം വന്നു. സാരല്ല, ഇജിപ്പൊക്കെ മാറിയല്ലോ, അത് മതി. നിങ്ങളൊക്കെ ഇത്രയ്ക്ക് എന്നെ സ്നേഹിച്ചിരുന്നുണ്ടേ ഞാനിപ്പോഴാണ് അറിയണടാ. ഞാൻ പണത്തിൻ്റെ പിന്നാലെ ഒരു ക്രൂരനായിട്ട് പോയി. പൊന്നാര മക്കളെ, എൻ്റെ പ്രവാസികളോടാണ് വെച്ച് പറയാനുള്ളത് കേട്ടോ. പെരിയിലേ ലീവിനൊക്കെ ചെല്ലുമ്പോഴേ കുട്ടികളോടും നാട്ടുകാരോടൊക്കെ ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞൊരു ബന്ധം ഉണ്ടാവണം കേട്ടോ. എന്നും പ്രവാസിയാണ് അറിഞ്ഞിരിക്കരുത്. എന്താ പറഞ്ഞാലേ ഈ കുട്ടികളോടൊരു സ്നേഹം അങ്ങോട്ട് കാട്ടുമ്പോഴേ ഓൽ തിരിച്ചൊരു സ്നേഹം കാട്ടുള്ളൂ. മറ്റേത് ഇപ്പം എന്നും പേരുടെ വിരുന്നേരനേക്കാരം. അങ്ങനെ ആവരുത്. നല്ല രീതിയിൽ കുടുംബത്തിലും കുട്ടികളോടൊക്കെ ഒരുമിച്ച് കൂടി ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് പഠിച്ചോൻ തൗഫീക്ക് നൽകട്ടെ. അതാണ് ഈ ബീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ.